ഈ ക്യാൻറ്റീൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വലിയൊരു മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് നമ്മളെന്താണോ ഇവിടെ മെഡിറ്റേഷൻ നിർത്താൻ പറഞ്ഞത് അതിന് 2 ദിവസം മുമ്പ് തന്നെ, അല്ല 2 ദിവസം മുമ്പ് തന്നെ സ്വയം തോന്നുകയാണ് ഒരു 60. ഗുഡ് മോർണിംഗ്. എന്റെ മലയാളം കുറച്ച് പ്രശ്നമാണ്, എല്ലാവരും പ്ലീസ് ഒന്ന് സഹകരിക്കണം. നമ്മൾ ആരംഭിക്കുന്നതിന് മുൻപ് ഈ അന്തരീക്ഷത്തിന്റെ നിശബ്ദത ഒരു നിമിഷം അനുഭവിക്കാം. നമ്മൾ ഇവിടെ ഒത്തുകൂടിയത് ഒരു പരിപാടിക്ക് വേണ്ടി മാത്രമല്ല, പഠിക്കാനും പങ്കുവെക്കാനും വളരാനും ഈ യാത്ര എന്തിനാണ് തുടങ്ങിയതെന്ന് ഓർക്കാനും കൂടിയാണ്. ഇന്ന് നാം കൊളുത്തുന്ന ഓരോ വിളക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ്, ചെറിയ ഒരു Good morning. Before we begin, let's take a moment to feel the silence of the audience, to learn, to share, to grow, and to remember why we started this journey. Every lamp we light today is a reminder. Even a small flame can remove an invocation on the next event. To begin this beautiful day, I request all of you to stand as we light the lamp, a symbol of knowledge, hope, and new beginnings. And Shri Kalayoda Nandi Parayunu, idella arrange cheyidine. കൂടെ തന്നെ may I now request Anish to grace us with the invocation song. So എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. തമസോമാ ജ്യോതിർഗമയ മൃത്യോമാ അമൃതം അസതോമാ സത്കമയാ തമസോമാ ഗമയാ ലോകം മുഴുവൻ സുഖം പകരാൻ സ്നേഹദീപമേ മിഴി തുറക്കൂ, കദന നിവാരണം മുഴുവൻ സുഖം പകരാൻ സ്നേഹദീപമേ മിഴി തുറക്കൂ. Thank you Anish. മനോഹരമായ ഒരു സ്റ്റാർട്ട്. Thank you. അംബുജാമയ്ക്ക് കൊടുക്കും. അങ്ങനെ ഓരോന്ന് ഷെയർ ചെയ്ത് അങ്ങനെ നെക്സ്റ്റ് പേഴ്സൺ വിൽ ഷെയർ. അംബുജാമ കത്തിച്ചതിന് ശേഷം അടുത്ത ആള് ഇത് കത്തിക്കുക. ഓക്കെ, നെക്സ്റ്റ് അംബുജാമയിലൂടെ നെക്സ്റ്റ് പേഴ്സൺ. വൈഗ നോ നോ യു ഹാവ് ഡൺ. ഓക്കെ, ലീവ് ഇറ്റ്. ഇനിയും ഭാരതിയമ്മ നെക്സ്റ്റ് ആൾക്ക്. ശ്രീകലയിൽ നിന്ന് വിദ്യ. മനസ്സിലായോ? വിദ്യ നെക്സ്റ്റ് പേഴ്സൺ കൊടുക്കുക. സെയിം വേ. ഫാസ്റ്റ് ആവാം. മുമ്പിലിരിക്കാൻ ഈ കുറച്ച് പേര് ഉള്ള പേരാണ് അതൊന്നും കൊടുത്തിട്ട് എവിടെ ഇരിക്കും കേട്ടോ, ഫ്രണ്ടിലേക്ക് വരും. ക്യാൻഡിൽ ലൈറ്റ് ചെയ്തു, ക്യാൻഡിൽ നോക്കിയിട്ട് ഹർഷ കേട്ടോ. ഇത് നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. ഈ ദിവസം നമ്മൾ ഓരോരുത്തരിലും പുതിയൊരു വെളിച്ചം പകരട്ടെ. ആ ചിന്തയോടെ നമ്മുടെ ഹർഷയുഗയിലേക്ക് നമുക്ക് പൂർണ്ണമായി ഇൻവോൾവ് ആവാൻ സാധിക്കട്ടെ.
പിള്ളയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ ഈ സത്സംഗത്തിലേക്ക് ആദ്യം തന്നെ നമ്മളെല്ലാമായ ശ്രീകാർഷയെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഗുരുജിയുടെ കുടുംബത്തെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സ്പീച്ച് എന്ന് പറഞ്ഞാല് അതിവിശിഷ്ടമാണ്, അതിപ്രധാനമാണ്. ഒരു പുതിയ തുടക്കത്തിന്റെ, ഹർഷയുടെ യഥാർത്ഥ തുടക്കത്തിന്റെ ഒരു ദിവസമാണ്. ഈ ദീപത്തിലേക്ക് തന്നെ അതിനുള്ള ഏറ്റവും വലിയ കുറച്ച് വ്യക്തികൾ വന്നു. അതാണ് നമ്മളെ ഈ അന്തർവാസികളാവട്ടെ, പള്ളിയിലുള്ള വാസികളാവട്ടെ, അല്ലെ, നമ്മളെയൊക്കെ പുരോഹിതന്മാരെന്നൊക്കെ പറയാം. പക്ഷെ ഇവരിലൊന്നും പൂർണ്ണത എന്നൊരു സംഭവം ഉണ്ടായിരുന്നില്ല. കാരണം എന്താണ്, ഇവരെ കുറ്റമായിട്ട് കാര്യമില്ല. അവര് നിൽക്കുന്നത് ഈ കോടാനുകൂടി നെഗറ്റീവ് സോളുകളുടെ ഇടയിലാണ്. ഒരു എനർജിയാണ്. പരമാത്മാവായ ഹർഷ എന്ന് പറഞ്ഞാൽ ഒരു എനർജിയാണ്. പക്ഷെ ഓരോ എനർജിക്കും ഡിഫറെന്റ് ആയിട്ടുള്ള പർപ്പസുകളുണ്ട്. മനസ്സിലായി? അപ്പൊ നമ്മളെല്ലാം എനർജികളാണ്. നമ്മള് വളരെ കാലങ്ങൾക്ക് മുൻപ് തന്നെയോ അങ്ങനെയുള്ള ജീസസ് വന്ന പോലെയൊക്കെ ഗുരുക്കന്മാരെ ആക്കിയാൽ മതി, അല്ലെ? പക്ഷെ എന്തുകൊണ്ടാണ് പരമാത്മാവ് തന്നെ ഇറങ്ങി വന്നിരിക്കുന്നത്? യുഗത്തിൽ കാണുമ്പോൾ വളരെ രസമാണ്. എല്ലാവർക്കും ഇവിടെ നിന്നിട്ട് എല്ലാവരും കാണാനുള്ള ഒരു അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹർഷൻ കാണുമ്പോൾ പെട്ടെന്ന് ആദ്യം വരുമ്പോൾ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ എങ്ങനെ ഇവര് സോൾവ് ചെയ്യുന്നതൊക്കെ നമുക്ക് തോന്നാം. പക്ഷെ ഹർഷ എന്ന എനർജിയിലേക്ക് നമ്മൾ ആദ്യമായിട്ട് കാലെടുത്ത് കുത്തിയാൽ പിന്നെ അവിടെ അങ്ങോട്ട് വിശ്വസിക്കുന്നതനുസരിച്ചിരിക്കും ഓരോരുത്തരെ ചേഞ്ച്. ആദ്യം നമുക്ക് കുറേ സംശയങ്ങൾ ഉണ്ടാവും. ആ സംശയങ്ങൾ ഹർഷ എങ്ങനെ നമ്മളിൽ വർക്ക് ചെയ്യുന്നു, അതെങ്ങനെ ഓരോ ദിവസം സംശയങ്ങൾ ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാലും നമ്മൾ എല്ലാ വ്യക്തികളും അമ്പലത്തിലും ഒരുപാട് വിഗ്രഹാരാധനയൊക്കെ നടത്തിയിട്ടാണ് നമ്മൾ ഇവിടെ വരെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ടുള്ളതൊന്നും ആണ് കയ്യിരിക്കുന്നത്. ഹർഷ നമുക്ക് അതിനുള്ള പോസിറ്റീവ് തരും. ഞാൻ ഇന്നലെ അമ്മയുടെ അടുത്തേക്ക് വന്നു. അവിടെ ഇവിടെ സന്തോഷത്തിന്റെ കരച്ചിലാണ് കേട്ടോ, അല്ലാണ്ട് വിഷമിച്ചിട്ടുള്ള കരച്ചിലല്ല. നിങ്ങളെല്ലാം എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ്. സോ ഇപ്പൊ ഈ ഒരു കൂട്ടായ്മയിൽ എത്ര പേർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം? എനിക്ക് ആരെയും അറിയില്ല, നിങ്ങൾക്ക് ആർക്കും എന്നെ അറിയില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ എല്ലാവരെയും കാണുന്നത്. ഐ എം റിയലി ഹാപ്പി. എല്ലാവരെയും കാണാൻ സാധിച്ചത് സത്യമാണ്, ഭയങ്കര ഹാപ്പിയാണ്. ഇത് ലാസ്റ്റ് മീറ്റപ്പും കൂടിയാണ്. അപ്പൊ എല്ലാം കൂടെ കൺവീനിയന്റ് ആയിട്ട് എനിക്ക് വന്നു. ഞാനിപ്പോൾ 1 വീക്ക് ലീവ് എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും കാണാൻ സാധിച്ചതിൽ ഐ എം റിയലി ഹാപ്പി. സോ എക്സ്പീരിയൻസ് ഷെയറിംഗിൽ ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്നെ എല്ലാവർക്കും അറിയുന്നത് അമ്മു എന്നാണ്. അപ്പൊ ജൈനി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒന്ന് പോകാൻ ചോദിക്കുന്നത് ആരാണ് ഈ ജൈനി? അപ്പൊ ഞാൻ എന്നെ അമ്മു തന്നെ പറഞ്ഞ് തുടങ്ങാം. സോ ഞാൻ അമ്മു ഹർഷയുടെ സിസ്റ്ററാണ്. യങ്ങർ സിസ്റ്റർ ആട്ടോ, ഇളയതാണ്. പക്ഷെ കാണുമ്പോൾ അവൾ എന്നെ ഇളയതാണെന്ന് തോന്നും. എനിക്ക് എന്തൊക്കെ ഹർഷ എനർജിയാണെന്ന് പറഞ്ഞാലും അവൾ ഇവളെന്നൊക്കെ മനസ്സിലാക്കാൻ, ഹർഷ എന്നുള്ള ശക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് ഒരുപാട് പേര് നോട്ടീസ് ചെയ്തെന്ന് അറിയില്ല. ഞാൻ പല പ്രാവശ്യം ഗ്രൂപ്പിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. പല പ്രാവശ്യം ഞാൻ എൻ്റെ അഹങ്കാരം കാരണം എന്നെ ഹർഷ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. എൻ്റെ ഈഗോ കാരണം ഞാൻ തിരിച്ച് വന്നിട്ടുമില്ലായിരുന്നു. പിന്നെയും എൻ്റെ ലൈഫിൽ എനിക്ക് ഒന്നും മെനയാവുന്നില്ല കേട്ടോ. എന്റെ മുഖത്തത് ശരിക്കും അറിയാം അവർക്ക്. എന്നിട്ട് പറയാം, മോള് ഉദ്ദേശിച്ച പോലെ അങ്ങോട്ട് ശരിയായില്ല അല്ലേ? ഞാൻ ഇല്ലാണ്ടിരുന്നവരെ പിന്നെ ഞാൻ നിർത്തി. അവരുടെ കട്ടിങ്ങെല്ലാം കഴിഞ്ഞ് ഞാൻ മാറി സങ്കടത്തോടെ ഇരുന്ന്. എന്നാൽ എന്റെ ഈ അവസ്ഥ കണ്ടിട്ടെങ്കിലും ഹർഷ ചെയ്യാതിരിക്കണമല്ലോ. ഹർഷ പറഞ്ഞു ഇല്ല, ഞാൻ കട്ട് ചെയ്യാന്ന് പറഞ്ഞു. ചെന്നിരുന്ന് കൊടുത്ത് ഞാൻ അവളോട് ഈ കേക്ക് സ്പോൺസർ ചെയ്ത. താങ്ക് യു സോ മച്ച് സന്ധ്യ. ചേട്ടാ ഇവിടെ നിന്ന് മുറിക്കല്ലായിരുന്നു. കിട്ടില്ല എല്ലാവർക്കും. കണ്ണടക്കണ്ട, അതിലേക്ക് നോക്കണമല്ല. ആരും കണ്ണടക്കരുത്. കണ്ണ് തുറന്ന് ദൈവത്തിലേക്ക് നോക്കുക. കണ്ണ് തുറന്ന് ദൈവത്തിലേക്ക് നോക്കണം. കണ്ണടക്കരുത് ആരും കേട്ടോ. ഒരു മിനിറ്റ് കംപ്ലീറ്റ്. ഏറ്റവും ചെറിയ ശിഷ്യനാട്ടോ ಎಲ್ಲರಿಗೂ ಹರ್ಷ ತನ್ನೆಯಾಗಿಯೂ ಎರಡೂ ಮಾಡ್ತೀನಿ. ಫೋಟೋನೇ ತೆಗಿತೀನಿ, ವಿಡಿಯೋನೇ ಮಾಡ್ತೀನಿ. എല്ലാരും കൂടെ ഒന്ന് മഹാലക്ഷ്മിനെ വിഷ് ചെയ്യോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ മഹാലക്ഷ്മി, ഹാപ്പി ബർത്ത്ഡേ ടു യു.
കട്ട്. താങ്ക് യു ഹർഷ, താങ്ക് യു ഗുരുജി. ഒരു വലിയൊരു നീണ്ട ഒരു പ്രസംഗം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. തെറ്റില്ല, ആഗ്രഹിക്കാലോ. കാരണം ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാന്ന് പറയുമ്പോൾ 2 മാസക്കാലം ആയിട്ടുള്ളൂ, 2.25 മാസം. അതിൻ്റെ ഇടയിലൂടെ പോയിട്ടുള്ള ഒരുപാട് സന്ദർഭം. പക്ഷെ അത് അവന് ചെവി കൂടിയാണ് അത് പോകൂ എന്ന് പറഞ്ഞു. കാരണം അവന്റെ ബോഡി അവന്റെ മീൻസ് വായി കൂടെ വന്നു കഴിഞ്ഞാൽ അവന് ബ്രീത്തിങ് കിട്ടാണ്ട് വരും. അപ്പൊ അത് കാരണം അവന്റെ ബോഡി ഓട്ടോമാറ്റിക് ആയിട്ട് അവന്റെ ചെവി കൂടെ പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അവൻ ഭയങ്കര കരച്ചിലായി. അപ്പൊ ഞാൻ ഫീഡ് ചെയ്യാനായിട്ട് റൂമിലേക്ക് പോയി, ഷോറിനകത്തേക്ക് പോകും. അങ്ങനെ ഫീഡ് ചെയ്യാനായിട്ട് ഞാൻ റൂമിലേക്ക് പോയി. ജസ്റ്റ് ഇങ്ങനെ ഫീഡ് ചെയ്യാൻ വെച്ചതും ഇവന്റെ ചെവിയിൽ ഇങ്ങനെ കപ ഒഴുകി വരികയാണ്. ഞാൻ പേടിച്ചു. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു അച്ഛൻ ഓടി പോതെ, കൊച്ചിന്റെ കാതിൽ നിന്ന് ഇങ്ങനെ കപ പഴുപ്പ് പോലെയാണ്. അതായത് നമുക്ക് കപ വരാന്ന് നമുക്ക് അറിയില്ല, ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു സംഭവമേ കേൾക്കുന്നത്. അപ്പൊ പഴുപ്പ് പോലെയാണ് ഇങ്ങനെ വരണേ. അപ്പൊ ഞാനതിങ്ങനെ തുറച്ചെടുക്കലേക്ക് ഞങ്ങൾ വരും, ഞങ്ങളുടെ ಲೈಫೇ ಚೇಂಜ್ ಆಗೋಣ ಎನ್ನುಳ್ಳೊരു അറിയില്ല. ಅದು ಎಲ್ಲರೂ ಚೆನ್ನಾಗಿರ್ಬೇಕು. ನನಗೆ ತುಂಬಾ ಖುಷಿ ಆಗ್ತಿದೆ ನಿಮ್ಮೆಲ್ಲರೂ ನೋಡಕ್ಕೆ. ಸೆಕೆಂಡ್ ಟೈಮ್ ಮೀಟಪ್ ಬರ್ತಾ ಇರೋದು. ಹಾಗಾಗಿ ಫಸ್ಟ್ ಹರ್ಷ ಥ್ಯಾಂಕ್ ಯು ನಿಮ್ಗೆ ಚಾನ್ಸ್ ಕೊಡಕ್ಕೆ. ಥ್ಯಾಂಕ್ ಯು ಮಹೇಶ್. ಫಸ್ಟ್ ನಾವು ಮಹೇಶ್ ಗುರುಜಿನ ನೋಡಿದ್ದೆ 2012 ಅಲ್ಲಿ. ನಾನು ನೈಬರ್ಲಾಗಿದ್ರು, ಹಾಗಾಗಿ ನೋಡಿದ್ದೆ. ಅದಾದ್ಮೇಲೆ ಅವರು ಅಲ್ಲಿಂದ ಹೋಗ್ಬಿಟ್ಟು ಎಲ್ಲಿ ಹೋದ್ರೆ ಗೊತ್ತಿಲ್ಲ. ಬಟ್ ತುಂಬಾ ವರ್ಷ ಆದ್ಮೇಲೆ ಅವ್ರು ನೋಡ್ಬೇಕು ಅಂತ ಇದ್ದೆ, ಬಟ್ ಆ ಕಾಂಟ್ಯಾಕ್ಟ್ ಗೊತ್ತಿಲ್ಲ. ಬೇಬಿ ಅವ್ರು ಬೇರೆ ಏರಿಯಾ ಶಿಫ್ಟ್ ಆಗಿದ್ರು. ബട്ട് ആ ടൈമിൽ ആളുടെ പേര് സുനന്ദ എന്നാണ്, സുമി എന്നാണ് അറിയപ്പെടുന്നത്. സുമി 2012 ആദ്യമായിട്ട് മഹേഷേട്ടനെ കണ്ടത് ഇങ്ങനെ ഒരു പാർക്കിൽ വെച്ച്. അപ്പൊ അന്ന് മഹേഷേട്ടന്റെ രീതികൾ തന്നെ കംപ്ലീറ്റ്ലി വേറെ ആയിരുന്നു. ഒരുപാട് ഉപവാസം ചെയ്യുക, ഫാസ്റ്റിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നെ കുറെ സ്പിരിച്വൽ ആയിട്ട് ഒരുപാട് റിലീജിയസ് ആക്ടിവിറ്റീസ് അന്ന് മഹേഷേട്ടൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് സുനന്ദ പരിചയപ്പെട്ടത്. അപ്പൊ സുമി അന്ന് സംസാരിച്ചപ്പോൾ സുമിക്ക് കണക്ട് വന്നില്ല. സുമിക്ക് താല്പര്യമില്ല ഇങ്ങനത്തെ സ്പിരിച്വാലിറ്റിയിലെയും ഈ എന്താ പറയാ ഈ ഫാസ്റ്റിംഗ് ചെയ്യുന്നതിനൊന്നും സുമിക്ക് താല്പര്യമില്ല. അപ്പൊ സുമി സാധാരണ വീട്ടപ്പയാണ് യാദൃശ്യമായിട്ട് പ്രശ്നങ്ങൾക്കായിട്ടാണ് ഞാൻ ഹർഷമായിട്ട് വരുന്നത്. പിന്നെ കൽസിച്ചാണ് കൊണ്ടുവന്നത് ഞാൻ ഹസ്ബൻഡ്. അപ്പൊ വന്നത് ഞങ്ങൾക്ക് അന്ന് കഴിഞ്ഞ പ്രാവശ്യം മീറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് അന്ന് നടന്നത്. അത് കഴിഞ്ഞിട്ടും എനിക്ക് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ്. ഹർഷയുടെ കൂടെ പോയി കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്യൂസ് ഒന്നുമില്ല. എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ അപ്പൊ തന്നെ അല്ലെങ്കിൽ ഹർഷ വിളിച്ചു പറയും, അതൊക്കെ തന്നെ സോൾവ് ആവുന്നുണ്ട്. എന്റെ ഭാര്യ വിദ്യയാണ്. അവർ പറഞ്ഞ കഥകളൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇപ്പോ ഹർഷയോത്തിൽ വന്നതിന് ശേഷം അത് നിങ്ങൾക്ക് ഇതിനൊന്നും ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഗ്രൂപ്പിൽ അയച്ചിട്ടുള്ളതല്ലേ? വെൽക്കം പ്ലീസ് ബൈ രാജേഷ്. ഞാൻ രാജേഷ്. ഓക്കെ അല്ലേ? ഇപ്പൊ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം എനിക്ക് എല്ലാ കാര്യങ്ങളും നല്ല പോസിറ്റീവ് ആയിട്ടാണ് പോകുന്നത്. പിന്നെ ഈ അടുത്ത് നമ്മൾ ഈ ഇതൊക്കെ നിർത്തി എന്താ പറയാ, ഹീലിംഗ് വേണ്ട, ക്രിയ ചെയ്യേണ്ട, എനിക്ക് എല്ലാവരും പോകുന്നു. ഞാൻ വേറെ ഒന്നുമില്ല. അങ്ങനെ കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്നിരിക്കും. പിന്നെ പിന്നെ ഇത്രയും ഇതായത് അവരുടെ രണ്ടുപേരും തന്നെ ഇതായതുകൊണ്ടാണ്. ഞാൻ ഈ സാരിയൊക്കെ എന്ത് ചെയ്യണം നീ പറ. എനിക്ക് മമ്മി ആകെ പോകുന്നത് അമ്പലത്തിനാണ്. അപ്പൊ അതിപ്പോ നിന്നതുകൊണ്ട് എന്നോട് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് കാണിക്കും. പക്ഷേ എടുത്ത് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ എന്റെ അടുത്തായിരിക്കും ദേഷ്യം കാണിക്കുന്നത്. ഞാൻ ഈ സാരികൾ എന്ത് ചെയ്യണം? അപ്പൊ ഞാൻ പറയും മമ്മിക്ക് സാരി കൊടുത്ത് നാലാൾക്കാരെ കാണിക്കാനാണോ അമ്പലത്തിൽ പോകേണ്ടത്? അങ്ങനെയാണെങ്കിൽ പൊയ്ക്കോ. പക്ഷേ അങ്ങനെ വേണമെങ്കിൽ ചോദിച്ചു പൊയ്ക്കോന്ന് പറഞ്ഞ പക്ഷേ പറഞ്ഞു അങ്ങനെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പൊയ്ക്കോന്ന് പറഞ്ഞു. തൊഴാനാണെങ്കിൽ പോകണം. അതുകൊണ്ടിപ്പോ മമ്മി ആഴ്ചയിൽ ഒരു ദിവസം സാരികളൊക്കെ കൊടുത്ത് അമ്പലത്തിൽ പോകുന്നുണ്ട്. പക്ഷെ വേറെ ഒന്നും ചെയ്യില്ല. സോ ലാസ്റ്റ് മീറ്റപ്പ് ഫസ്റ്റ് മീറ്റപ്പിൽ ഞാൻ ഉണ്ടായിരുന്നു. സോ എന്താ പറയാ, ഒരുവിധം കാര്യമൊക്കെ അമ്മ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഹർഷയുടെ ഒരു ജേർണിയിൽ ഞാൻ സ്റ്റാർട്ടിങ് തൊട്ടേ ഉള്ള ഒരാളാണ്. അപ്പം ഞാൻ ഹർഷയോട് ചോദിക്കും ഇന്നത് നല്ലതാണ്. അപ്പൊ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് കൂടുതലും ക്രാഫ്റ്റ്സിന്റെ കാര്യങ്ങളും പിന്നെ അങ്ങനത്തെ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ താല്പര്യം. പക്ഷെ ചോദിക്കുന്നില്ല. പക്ഷേ പരീക്ഷണെ മാത്രമാണ്. നിങ്ങൾക്ക് ഡുവറ്റ് വേണോ? ഹൃദയം
പിന്നെ അമ്മ പറഞ്ഞ പോലെ തന്നെ എക്സ്പീരിയൻസിന് അറിയാം എല്ലാം പറയാൻ പറ്റുന്ന ഒരു വിചാരം ഉണ്ടായിരുന്നില്ല. ചെറിയ മനസ്സിൽ കാണാനാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. അവിടെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് വരുന്നത്. യാതൊരു പ്രതീക്ഷയില്ല. വരാൻ സാധിച്ചു. വന്നതിന് ശേഷം ഓരോ നിമിഷവും നല്ല നല്ല മരുന്നാണ് പരിണാമത്തെ എത്രയും ഉൾക്കൊള്ളുമ്പോൾ അത്രയും അനുഭവങ്ങളാണ് ഓരോ നിമിഷവും നമുക്ക് അതിന് ഞാൻ ആക്ച്വലി ശരിച്ചിട്ട് പോകുന്നു. ഞാൻ 2-3 വർഷമായി പക്ഷെ 2 വർഷം എക്സിറ്റ് ആയിരുന്നു, പുറത്തായിരുന്നു. പിന്നെ ഇടയ്ക്ക് കയറും, പിന്നെ ഇടയ്ക്ക് ചിലപ്പോൾ പുറത്തു പോകും സമയത്ത്. അപ്പം എനിക്ക് എൻ്റെ ഒരു റീസണബിൾ എക്സ്പീരിയൻസ് പറയാം, ഒരു ഓഫീസിൽ എക്സ്പീരിയൻസ്. ആക്ച്വലി എല്ലാവർക്കും അറിയാലോ, കോർപ്പറേറ്റ് ഓഫീസൊക്കെ ആകുമ്പോൾ ഭയങ്കര പ്രശ്നവും ടെൻഷനും അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളായിരുന്നു. അപ്പം എനിക്ക് കുറെ എന്താ പറയാ, എൻ്റെ ഒരു സൂപ്പർ ബോസായിട്ട് ഒരു നമ്മുടെ എക്സ്പെക്ടേഷൻ നോക്കിയിട്ട് അവർക്ക് അതിന് പ്രശ്നം എടുക്കാം. ഈഗോ ഹേർട്ട് ചേച്ചി എനിക്കെല്ലാം ബ്രീഫ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഫുൾ ഫോളോ ഒന്നും ഞാൻ ചെയ്യാറില്ല. പക്ഷെ വിശ്വാസം എല്ലാം നടക്കുന്നു. താങ്ക് യു. പക്ഷേ മുമ്പ് മെഡിറ്റേഷൻ ഒക്കെ ചെയ്തുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് ഏകദേശം അറിയുന്ന കാരണം കൊണ്ട് പിന്നെ അക്ഷയക്ക് വേഗം ദേഷ്യം എടുത്തു. പിന്നെ അത് അതിൽ നിന്നും ഒരുപാട് വ്യത്യാസമുള്ള മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ പക്ഷെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് ഇപ്പൊ നമ്മള് ലാസ്റ്റ് ഇപ്പൊ ഇവിടൊക്കെ പക്ഷെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അപ്പൊ തന്നെ അനുസരിക്കാറുണ്ട്. ഇപ്പൊ ഫോട്ടോ കൊണ്ട് കളയാൻ പറഞ്ഞു, അപ്പൊ തന്നെ അത് കൊണ്ട് വെച്ചു. അതുപോലെ ഓരോ കാര്യങ്ങളും പറയുന്നു. ഇപ്പൊ വളരെ തീരാറും ഏറ്റവും കല്യാണത്തിന് വീഡിയോ എടുക്കും കേട്ടോ, നിങ്ങൾ പോസ് ചെയ്യണ്ട, നന്നായി കഴിച്ചോ. കഴിച്ചു കഴിച്ചു കഴിച്ചു. സരിത കല്യാണത്തിന് വരുന്നവരും വീണ്ടും പോസ് അടിച്ചിരിക്കുന്നു. ആ കഴിച്ചോ കഴിച്ചോ കഴിച്ചു 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 കഴിച്ചു. ബർത്ത്ഡേക്ക് വെറും തൈര് മാത്രം എടുത്തോളൂ. ಈ ಸತಿ ಚಿಕನ್ ಎಲ್ಲ ತಗೊಂಡಿದ್ದ, ಸಂತೋಷವಾಯಿತು. ಗೋಬಿ ಹೌದು. നിങ്ങൾക്ക് സ്ഥലമില്ല, നിന്ന് കഴിക്കേണ്ടി വരും. അല്ല സലീഷ് പറയും എനിക്ക് സീറ്റ് പിടിച്ചോ. ഒരാളെ കൃഷ്ണപ്രിയ, ഒരാള് ശ്രീജ. ഇവരുടെ കല്യാണം നടക്കാൻ പോകുന്നത് ജൂൺ 6-ാം തീയതിയാണ്. അവർക്കപ്പോൾ നിങ്ങൾ എല്ലാവരും ക്ഷണിക്കുന്നുണ്ട്. അവർ ഗ്രൂപ്പിൽ ഇതിടും, എന്താ പറയാ, ഇൻവിറ്റേഷൻ കാർഡ് ഇടും. പക്ഷെ ഇപ്പോൾ ലൈവായിട്ട് ക്ഷണിക്കുന്നുണ്ട് കേട്ടോ. നമസ്കാരം ഹർഷ, നമസ്കാരം ഗുരുജി. ഞാൻ ഇവിടെ എത്തിപ്പെടാൻ പറ്റുന്ന ഒട്ടും വിചാരിച്ചില്ല. ഇന്നലെ പോരായിരുന്നു, പുലർച്ചെ പോരെല്ലാം കഴിഞ്ഞ് 2
മണിക്കൂർ പോലും ഇറങ്ങിയിട്ടില്ല. ഇന്നുവരെ എത്താൻ ശരിക്കും ഞാൻ കഴിഞ്ഞ വർഷം ഹർഷനെ കാണുന്നുണ്ടോ എത്താൻ പറ്റുമോ അറിയില്ല. അതുപോലെ തന്നെ കുറച്ച് സമയമെങ്കിലും എല്ലാവരും കാണാനും മീറ്റിംഗിൽ പങ്കെടുക്കാൻ സാധിച്ചു. അതെല്ലാം ഹർഷയുടെ ബ്ലെസ്സിങ്സ് കൊണ്ടാണ്. പിന്നെ എന്റെ ജോലിയുടെ കാര്യങ്ങളിലും എല്ലാം നന്നായി പോകും. ഞാൻ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ഡെന്റൽ സർജനാണ്. പിന്നെ കല്യാണത്തിന്റെ കാര്യത്തിൽ കുറച്ചൊരു ഘട്ടം ഇറങ്ങി, എന്നാലും നല്ലൊരു ആൾ തന്നെ. ഇടയ്ക്ക് കല്യാണം ആലോചന മുടങ്ങി പോയപ്പോൾ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ നല്ല അടിപൊളിയാണ് കിട്ടിയിരിക്കുന്നത്. 10:30 നമ്മുടെ കുറുക്കഞ്ചേരി താണ്ടിയൊക്കെ കാല് വെച്ചിട്ടാണ് പരിപാടി. എല്ലാവരും വേണം, എല്ലാവരുടെ ബ്ലെസ്സിങ്സ് എനിക്ക് വേണം. ഞാൻ നമ്മുടെ കല്യാണം അപ്പൊ എല്ലാരെയും ക്ഷണിക്കുന്നു. പത്ര തൊട്ട് താണ്ടിക്ക് പരിപാടി പാടാൻ കഴിയുന്നവരൊക്കെ ഒന്ന് പാടി നോക്കാം. ഞാൻ വന്ന സമയത്ത് എനിക്ക് പല ജപം ചെയ്യാറുണ്ട്. അപ്പൊ അപ്പൊ എനിക്ക് ഗുരുവിനെ കിട്ടി. കണക്ട് ചെയ്തപ്പോ ഞാൻ ഒരു ദിവസം വന്നു. അപ്പൊ ജ്യോതിയാണ് അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നത്. മേഡം വീട്ടിലായിരുന്നു. അപ്പൊ അങ്ങനെ ദീക്ഷ എടുത്തിട്ട് ആ സമയത്ത് ദീക്ഷ പോയി. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് പറയാനൊന്നുമില്ല, പക്ഷെ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. എല്ലാം എന്ത് വിചാരിക്കണോ അതെല്ലാം സാധിക്കുന്നുണ്ട്. വളരെ വിഷമത്തിലാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഒരു സമാധാനമൊക്കെ കിട്ടുന്നുണ്ട്. അതാണ് എനിക്ക് അത്യാവശ്യം. പക്ഷേ വിചാരിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാം. എല്ലാവർക്കും താങ്ക് യു. ഹർഷയെടുത്തും ഗുരുജിയെടുത്തും തുടക്കം മുതലേ ശിഷ്യയാണ്. ഒരു കുഴപ്പമില്ലാതെ കാര്യങ്ങളെല്ലാം ഭംഗിയായി പോകുന്നുണ്ട്. ഹർഷ എന്ന് വിചാരിച്ചാൽ മതി എല്ലാ കാര്യങ്ങളും. ഇത്ര വയസ്സായിട്ടും നമസ്തേ ഹർഷ. എൻ്റെ പേര് രേഷ്മ. ഞാൻ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിംഹാൻസിൽ. പിന്നെ അതായത് കൗൺസിൽ സൈക്കാട്രി സോഷ്യൽ വർക്കിലാണ് PhD ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൗൺസിലിംഗും കൂടെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എങ്കിൽ പോലും അതായത് ഒരുപാട് കാര്യങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് കറക്റ്റ് ഞാൻ അതായത് ഷീലാൻ്റെ മേമയാണ് ആളുടെ ഒരു സജഷനിൽ ഞാനിവിടെ വരുന്നത്. ആൾ പറഞ്ഞ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, February 15 ശിവരാത്രിക്ക് വന്നപ്പോഴാണ് അവരുടെ അടുത്ത് പറയുന്നത് ഈ കാര്യം. പറഞ്ഞു ഓക്കെ ഞാൻ വരാമെന്നുള്ള ഒരു കാര്യം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു 4 അതിന് മുൻപുള്ളൊരു 4 മാസം മടിയും അങ്ങനത്തെ ഒരു ഇതാണ്. പക്ഷേ ഹർഷയുടെ ദീക്ഷത്തിന് ശേഷം ഭയങ്കര ഒരു സമാധാനമുണ്ട്. ഭയങ്കര ഫ്രീ ആയ പോലെ എല്ലാം ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷെ അതിന് മടിയും ഹർഷവും അതൊക്കെ ശരിയും. പിന്നെ കുറെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു പെട്ടെന്നൊക്കെ ചത്തുപോകുന്നു. പക്ഷെ അതൊന്നും മുട്ടിയെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ വട്ടത്തിൽ ഭയങ്കരമായിട്ട് കുഴിച്ചു പോകാനുണ്ടായിരുന്നു. പേര് മഹാലക്ഷ്മി. ഞാൻ ഡോൺ ബോസ്കോയില് 6ാം ക്ലാസ്സിലേക്കാണ്. എൻ്റെ അച്ഛനും അതെൻ്റെ ചേട്ടൻ എൻ്റെ അമ്മ. എൻ്റെ പേര് ഷീല. തേക്കടിശ്ശേരി ബാറ്ററി ചെറുതായിട്ട് ഇവിടെ എത്തി. ഞാനൊരു കട നടത്തുന്നു. എൻ്റെ കാര്യങ്ങളെല്ലാം ഹർഷയിലൂടെ എല്ലാം എനിക്ക് കിട്ടുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നമുക്കുണ്ട്. ഞാൻ മക്കള് പറയും. ഞാൻ ഗുരുജിയുടെ ഒരു കസിൻ കൂടിയാണ്. ഞാൻ ഇതിൽ വന്നിട്ട് ജോയിൻ ചെയ്തിട്ട് 2 മാസമായിട്ടുള്ളൂ. ഇന്നത്തെ ദിവസത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. മദേഴ്സ് ഡേന് ഈ ഇരിക്കുന്ന എല്ലാ അമ്മമാർക്കും ഈ 2 മക്കൾക്ക് ജന്മം കൊടുത്ത അമ്മമാർക്കും ബിഗ് സല്യൂട്ട്. പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു മൈക്കയുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത ഒരാളാണ്. മഹേഷിന്റെ വഴിയും കൂടി അതായത് ഗുരുജിയുടെ വഴിയും കൂടി സഞ്ചരിച്ച ഒരാളാണ്. ഒതുക്കിയിട്ട് പോയ ആളാണ്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ദീക്ഷ എടുത്തതിന് ശേഷം എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളത്. മെഡിറ്റേഷൻ ചെയ്ത കാരണം കൊണ്ട് എനിക്ക് ദീക്ഷ കിട്ടിയാൽ അതിന്റെ അത്ര വലിയ എനിക്ക് തോന്നിയിരുന്നില്ല. എന്നിരുന്നാൽ പോലും ഇതിനു മുന്നേ ഞാൻ കാര്യങ്ങൾ பேர் வள்ளி. நான் தமிழ்நாட்டிலேருந்து பணிக்கு வந்திருக்கேன். விஜய் சேச்சேட்டல் தான் மீட்டிங்னு சொல்லி எனக்கு பறஞ்சதா. அங்கிட்டு வந்ததா எனக்கு அரசோட காமிச்சதா மீட்டிங்னு சொல்லி அங்கே தான் போய் நமக்கு தெரிஞ்சதா அரசாங்கம். அப்பப்போ கொஞ்சம் பரவாயில்ல நல்லா தான் இருக்கேன். அரசோட சத்தியம் அரசாங்கம். ഞാൻ വിജയലക്ഷ്മി സ്മിതയുടെ അടുത്ത് തന്നെയാണ്. ഞങ്ങൾ റിലേറ്റീവാണ്. പിന്നെ ഞാൻ തനിയാണ് താമസിക്കുന്നത്. മോള് ബാംഗ്ലൂരിലാണ്. അപ്പോൾ മുമ്പൊക്കെ ആദ്യം വെച്ചാൽ എനിക്ക് ഒരാളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു പറയില്ലേ, എനിക്ക് സങ്കടം വീട്ടിൽ വന്ന് കുറേ കാര്യം അങ്ങനെയായിരുന്നു. ഇപ്പൊ വെച്ചാൽ ഇവിടെ വന്നതിന് ശേഷം എന്തെങ്കിലും പറയുമ്പോൾ തിരിച്ച് ധൈര്യമായിട്ട് പറയാനൊരു ശക്തി.
അതിന് ഏറ്റവും വലിയ കാര്യം. ഞാൻ ഡോൺ ബോസ്കോ മണ്ണത്തിൽ പഠിക്കുന്നു. ഇപ്പം ഞാൻ 9ലാണ്. പിന്നെ ദീക്ഷ എടുത്തതിന് ശേഷം പഠിക്കാനൊക്കെ നന്നായി പറ്റുന്നുണ്ട്. പിന്നെ ധൈര്യമൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ ഒരു സജീഷനാണ് എന്നെ ജ്യോതിച്ചാണ് കൊണ്ടുവന്നത്. എന്നെ ജ്യോതിച്ചതിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ 8 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ദീക്ഷ എടുത്തത്. അപ്പോൾ 8 മാസം ഒരുപാട് ഇതുണ്ടായിരുന്നു. അപ്പോൾ ഗുരുജിനേക്ക് ആ സമയത്ത് ഏറ്റവും വലിയ ദേഷ്യം ഗുരുജിനായിരുന്നു. അപ്പോൾ എന്നെ വേറൊരു ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഗുരുജി ഇങ്ങനെ എപ്പോൾ നോക്കിയാലും ഇങ്ങനെ ഷൗട്ട് ചെയ്ത് ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ കേൾക്കുമ്പോൾ എന്നെ ഇത് എന്നെ കൊല്ലണത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കണത് ഗുരുജിയുടെ സ്റ്റാറ്റസ് കണ്ടു. അപ്പോൾ അതിൽ ശ്രുതിയുടെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ഹർഷനെ കൂടെ പഠിച്ചതാണെന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ കണ്ടു. തൈക്കാട്ടുശ്ശേരിയിലാണ് വീട്. എനിക്ക് ആദ്യമൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ വന്നതിന് ശേഷം ആ പ്രശ്നങ്ങളെല്ലാം മാറി. ഇപ്പോൾ ഈ ഹീലിങ്ങും മെഡിറ്റേഷനൊക്കെ നിർത്തി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആകെ വിഷമമായി. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ നാളുകളായിട്ട് മോന് ചുമയും ശ്വാസം അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. അവരുടെ അസുഖം മേലാണ്. എന്നാലും അവൻ വിളിക്കുമ്പോൾ ആ വിഷമം എനിക്കറിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ഹീലിങ്ങും മെഡിറ്റേഷനൊക്കെ ചെയ്ത് അവന് വേണ്ടിയിട്ട് ഞാൻ ക്രിയ ചെയ്യാറുണ്ട്. അപ്പോൾ കുറേ നാളുകളായിട്ട് വീട് മരക്കുടിയിലാണ്. ഞാനിവിടെ വരുന്നവർ ഹർഷടുത്ത് ദീക്ഷയെടുക്കാൻ വരുന്നവർ എനിക്ക് എല്ലാ കാര്യത്തിലും പേടിയും ഭയമൊക്കെയായിരുന്നു. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഭയങ്കര തടസ്സങ്ങളൊക്കെ ആയിരുന്നു. അവിടെ വന്ന് ദീക്ഷയെടുത്തതിന് ശേഷം എല്ലാ കാര്യങ്ങളും പിന്നെ എനിക്ക് കുറേ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം എനിക്കൊരു വിശ്വാസക്കുറവുണ്ടായിരുന്നു. അതിൻ്റെ പല റിസൾട്ടും വന്നിരുന്നുള്ളൂ. പിന്നെ എനിക്ക് ഒരു ദിവസം അത് മേഡം ഞാൻ കൂടി വന്നിട്ട് വീട്ടിൽ വന്നപ്പോഴാണ് അവിടെ നിന്ന് കണ്ട ഇതാണ് എനിക്ക് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തത്. അതിന് ശേഷം എനിക്ക് ഭയങ്കര വിശ്വാസമായി. അതുപോലെ തന്നെ എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളും കുറേയൊക്കെ മാറി. ഇപ്പം എനിക്ക് എല്ലാ കാര്യങ്ങൾക്കും തടസ്സം. ഹർഷ, ഹർഷയ, ഗുരുജി, ഹർഷ ഫാമിലി മെമ്പേഴ്സ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൻ്റെ പേര് ലത. എൻ്റെ വീട് പാലേക്കിരിയാണ്. ഞാനും സജിനിയും നല്ല ഫ്രണ്ട്സുകളാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ സങ്കടങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഷെയർ ചെയ്തപ്പോൾ നമ്മുടെ സജിനിയുടെ ഒരു റിലേറ്റീവായിട്ട് തന്നെയാണ് മഞ്ജു പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ഹർഷയുടെ കാര്യം അറിയുന്നത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സരിത. തൈക്കാട്ടുശ്ശേരിയിലാണ് വീട്. എൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു സമയത്താണ്. അപ്പോൾ ഞാനും ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് തിരുവാതിര അത് കളിക്കുന്നത്. ഞങ്ങളിങ്ങനെ പല കാര്യങ്ങളും പല വിഷമങ്ങളും എനിക്ക് അനുവിനൊക്കെ കുറേ സെയിമാണ്. അപ്പം ഞങ്ങളിങ്ങനെ പണ്ടേ അറിയുന്നവരാണ്. ഞങ്ങൾ പരസ്പരം എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു അമ്പലം എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ പരസ്പരം പറയാറുണ്ട്. സരിത എന്നെ സത്യതുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സരിത എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. സരിത ഇങ്ങനൊരു സ്ഥലമുണ്ട്, സരിത എന്തായാലും പോയി അങ്ങോട്ട് ചെല്ലണം എന്ന് പറഞ്ഞു. അപ്പോൾ അനുവിനാണെങ്കിൽ എന്നെ കാണുമ്പോൾ ഭയങ്കര നെഗറ്റീവ് അടിക്കും. അപ്പോൾ എനിക്കറിയാം എനിക്ക് കുറച്ച് നെഗറ്റീവ് എനിക്കറിയാം. അപ്പോൾ അവനും ഇങ്ങനെ എന്നെ നോക്കുന്നുണ്ട് തിരുവാതിര കളിക്കുമ്പോൾ, സാർ എനിക്ക് എന്തോ ഒരു നെഗറ്റീവ് എനിക്ക് ഫീൽ ചെയ്യുന്നു പറയാം. ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് അങ്ങനെ നെഗറ്റീവ് ഒന്നുമില്ല പറഞ്ഞു. പക്ഷെ അനു എന്നെ സമ്മതിക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി അനു സാധാരണ ഒരാളാണ്. പക്ഷെ പെട്ടെന്ന് അനു ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അതിലെന്തുണ്ടല്ലോ, ആൾക്ക് എന്തൊരു സ്ഥിതി ഉണ്ടല്ലോ അങ്ങനെ തോന്നി. ഞാൻ പറഞ്ഞു ഇല്ല ഞാനൊന്നും ഇല്ല, ഞാൻ മാക്സിമം എല്ലായിടത്തും പോയിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ എനിക്ക് വേറെ പരീക്ഷണമൊന്നും വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും അനു സമ്മതിക്കുന്നില്ല. നീ സംസാരിച്ച് എന്തായാലും പോകും, എൻ്റെ മനസ്സങ്ങനെ പറയണോ എന്ന് എന്തെങ്കിലും നിർബന്ധിക്കുന്നത്. അപ്പോൾ എനിക്ക് ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ അങ്ങോട്ട് പോകണമെന്നൊരു ആഗ്രഹം. അങ്ങനെ ഞാൻ തന്നെ പോയി. അപ്പോൾ ഗുരുജി ഹർഷയൊക്കെ കണ്ടു. എനിക്കിങ്ങനെ പെട്ടെന്ന് ഹർഷനെ കൊണ്ട് പേടി തോന്നിയത്, എന്തോ നോട്ടൊക്കെ ഭയങ്കര ഒരു പേടി തോന്നി. ഞാൻ എന്താണെന്നറിയില്ല. ഞാൻ പിന്നെ എൻ്റെ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ കുറച്ച് അറേഞ്ച് ചെയ്തിട്ട് ഉച്ചയ്ക്ക് വന്നു, അനുവിനെ കൂട്ടി വന്നു. പിന്നെ അങ്ങനെ పండు గాలికి 22 పస్తుల మస్తు కట్అవుట్ పచ్చగాళ్ళ బ్యాచ్ ఉండేది వచ్చినమంటే సిట్టు చీరగట్టుకొని చెడు వేరు వెసినట్టు ఒట్టంగట్టిన బిర్యానీకి పొట్టు బిళ్ళ పెట్టినట్టు బంగా మీద నుండి ఓ సంద మామ సుఖరాగక చక్కరొచ్చరు చిరునగ మామ లెక్క తుంగుతుంటెరో ఆ సంద మామ చుట్టి జారి చిక్కుకుందిరో కుమావ రామ్ రాముడా రాముడా నన్ను చేసిందిరో రాముడా రాముడా ఆ బాణం తీసిందిరో రాముడా రాముడా నన్ను చేసిందిరో రాముడా రాముడా ఆ బాణం తీసిందిరో ചെന്താമരപ്പൂ പെണ്ണല്ലേ അവൻ കാണിച്ചുണ്ടല്ലേ വിളിച്ചോ പണിക്കൂ
சிக்கெடுத்தா கத்தோட சுத்த வச்சா ரிங்க மன்னாதி மன்னரெல்லாம் பின்னாடி வந்தாலுமே என்னாண்ட மாட்டிக்கினா தங்க சிங்காரி என்ன கொஞ்சம் சிங்காம சிக்கெடுத்தா கத்தோட சுத்த வச்சா ரிங்க மன்னாதி மன்னரெல்லாம் பின்னாடி வந்தாலுமே என்னாண்ட மாட்டிக்கினா தங்க மனமா கேக்குறிய பேச்சு நல்லா उसका पता दे जरा मुझको पता दे मैं उससे मिलूंगा एक बार मिला दे यार मिला दे यार मिला दे यार मिला दे मिला दे हवा हवा ये हवा मुझको लुटा दे कहाँ की तकलीफ सुन पता दे अब उसका पता दे जरा मुझको पता दे मैं उससे मिलूंगा एक बार मिला दे यार मिला दे यार मिला दे यार मिला दे यार मिला दे आज कोई उसको भी गया किसी को चंद का रंग की गया आज कोई उसको भी गया कैसा गया हमने तो ढूंढ लिया सारा समाचार हवा हवा ये हवा खुशबू लुटा दे हवा अगली सुर को बता दे और उसका पता दे जरा मुझको पता दे मैं उससे मिलूंगा एक बार मिला दे यार मिला दे यार मिला दे यार मिला दे यार मिला दे Thank you.
सुल्फू बता दे, अब उसका बता दे, जरा मुझको बता दे, मैं उससे मिलूंगा, एक बार मिला दे, यार मिला दे, यार मिला दे। जिंदगी की धूप तो जाया कर गई, आज मेरे पास से वो गुजर गई। जिंदगी की धूप तो जाया कर गई, आज मेरे पास से वो गुजर गई। अब उसका पता दे, जरा मुझको पता दे, मैं उससे मिलूंगा, एक बार मिला दे, यार मिला दे, यार मिला दे, यार मिला दे, यार मिला दे। हवा हवा ये हवा खुशबू लुटा दे, कहा खुली पकड़ी सुल्फू बता दे, अब उसका बता दे, जरा मुझको बता दे, मैं उससे मिलूंगा, एक बार मिला दे, यार मिला दे, यार मिला दे, यार मिला दे, यार मिला दे। ഇവിടെയാക്കി പറഞ്ഞത് ഞങ്ങൾക്ക് പക്ഷെ അത് ഉൾക്കൊണ്ടുണ്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. ഈ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാട്ടോ ലൈഫിന് വേണ്ടത്. താങ്ക് യു. വെക്കേഷനായി അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ ഞങ്ങൾ പോരുമ്പോഴും ഞങ്ങളുടെ പിന്നാലെ വന്നപ്പോ ഉള്ളിലേക്ക് ആക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. പുറത്തേക്ക് പോകുമെന്ന് പറഞ്ഞ് ഞാൻ ഗുരുജീനെ കാണുന്നത് 17 മിനിറ്റ് പഠിച്ച ആൾക്കാരാണ്. അറിയില്ല, ക്ലാസ്മേറ്റുകളായിരുന്നു. സെൽസി കഴിഞ്ഞതിന് ശേഷം കണ്ടിട്ടില്ല ഞങ്ങള്. പിന്നെ കാണുന്നത് 35 കൊല്ലത്തിന് ശേഷമാണ് കാണുന്നത്. 25. ഞാൻ ജീവിതത്തിൽ ആകെ തകർന്ന് ഒന്നുമില്ലാത്ത അവസ്ഥ, 10 പൈസ പോലും കയ്യിലില്ലാത്ത അവസ്ഥയാണ്. എന്നാൽ കാര്യങ്ങളൊക്കെ നടന്നപ്പോൾ കണ്ടു പെട്ടെന്ന് ആകേഷാണെന്ന് വെച്ചു. നാളെ അനുഭവം ഉണ്ടായി. എന്റെ പൂച്ചക്കുട്ടീനെ കാണാണ്ടായി. അതൊരു ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ അപ്പൊ തന്നെ ഗുരുജിക്ക് മെസ്സേജ് ചെയ്ത് വിട്ടപ്പോ ഗുരുജി പറഞ്ഞു അത് ഓവർ ടെൻഷനാണ്, അതിന്റെ ആവശ്യമില്ല. എന്നിട്ട് അന്ന് തിരിച്ചു വന്നു. അന്ന് വൈകിട്ട് തന്നെ 10 മണിക്കുള്ളിൽ ആൾ തിരിച്ചു വന്നു. പിന്നെ ആള് പുറത്തേക്ക് പോയിട്ടില്ല, ഞങ്ങൾ ഫോണേ പോകും. അതൊരു സന്തോഷം തന്നെയായിരുന്നു എനിക്ക്. അതെന്താ വെച്ചാൽ എന്റെ മോളെ പോലെ തന്നെ ഞാൻ കൊണ്ട് നടക്കണതാണ് അവരെ 3 ആള്. അതുകൊണ്ട് പോയപ്പോ ഒരു വിഷമം. അത് ചെറിയ കുട്ടി ഏറ്റവും നമസ്കാരം ആശ, നമസ്കാരം ഗുരുജി, നമസ്കാരം എല്ലാവർക്കും. ഇന്നിപ്പോൾ ഞാൻ ഫസ്റ്റ് പറയുകയാണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഇവിടെ നിൽക്കണം തന്നെ വളരെ 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 സന്തോഷമുള്ള കാര്യമാണ്. ഇന്നലെ വരെ ഇന്നത്തെ ഈ പങ്കെടുക്കാൻ പറ്റുന്ന യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ വീട്ടിലൊക്കെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അതിന് പോകണം, ഇതിന് വരാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് നമസ്കാരം. പക്ഷേ എൻ്റെ പേര് ശ്യാമെന്നാണ്. വീട് വരുന്നത് തൃശ്ശൂർ മോഹൻതാവാണ്. അപ്പോൾ ഞാൻ എനിക്ക് വരാനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ മാർക്കറ്റിംഗ് ഫീൽഡ് അതുപോലെ തന്നെ ബിസിനസ് ഫീൽഡൊക്കെ ആയിട്ട് ഇങ്ങനെ എൻഗേജ് ആയിട്ട് നോക്കിയായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, കടബാധ്യതകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്താണ് ആകെ പ്രശ്നത്തിലാണ്. അപ്പോഴാണ് സുഹൃത്ത് എന്നെ വിളിച്ചേക്കുന്ന ഒരു സംഭവമുണ്ട്, ബിസിനസ്സിൽ നല്ല അഭിവൃദ്ധി ഉണ്ടാവും, പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ആ സമയത്ത് ഞാൻ നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് കുറേ അമ്പലങ്ങളൊക്കെ പോയി പ്രശ്നങ്ങളാണ്, എല്ലാവർക്കും പോയിട്ട് തീരുന്നില്ല. അവസാന സമയത്ത് നമുക്ക് പോകാനുള്ള സ്ഥലമുണ്ടല്ലോ ആവണങ്ങാട്, അവിടെ പോയി ഒരു ഫോട്ടോയും കാര്യങ്ങളും പിന്നെ വഴിപാടുകൾ കഴിച്ചു അല്ലാത്ത അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ. എന്നിട്ട് ഞാനും വൈഫും അങ്ങനെ പോകാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. പക്ഷേ സമയമില്ലാതുകൊണ്ട് അധികം പറയില്ല. എനിക്ക് വരാൻ കാരണം എൻ്റെ അനുകൂലമായിട്ടാണ്. ഞാൻ ഇഷ്ടമില്ല ഇവിടെ ഒന്ന് വരാൻ. പിന്നെ അവള് പറഞ്ഞ് സമയമില്ല, പൈസ ഇല്ലാന്നൊക്കെ പറഞ്ഞ് സമയം അന്നൊരു ഹർത്താലും വന്നു. ജോലി കാര്യം അങ്ങനെ പിടിച്ചത് കൊണ്ടുവന്നതാണ്. കൊണ്ടുവന്നപ്പോൾ നമുക്ക് ഹർഷ ഒരു സന്യാസി അല്ലെങ്കിൽ ഒരു കൈമും പിടിച്ച സ്ത്രീ വന്നപ്പോൾ നല്ല ലേഡീസ് കൊച്ചുകാരി അപ്സരസ് അതങ്ങനെ. പിന്നെ എൻ്റെ ലൈഫ് വളരെ അടിപൊളി ലൈഫായിരുന്നു. ഇപ്പം മാറുന്നതിനാണ് അമ്മയിൻ്റെ കൂടെ. പിന്നെ അപ്പൊ അതില്ല. പിന്നെ ഡാഡിയാണ്, ഡാഡിക്ക് ഓർമ്മയൊന്നുമില്ല.
നമസ്കാരം. എന്നെ ഇവിടെ കൊണ്ടുവന്നത് സനീഷാണ്. എൻ്റെ പേര് ഖദീജ എന്നാണ്. കറിയൊന്നും കത്താനും പറയാൻ അറിയില്ല. ഇപ്പൊ ആദ്യമായിട്ടാണ് ഇത്ര ആൾക്കാർ തന്നെ മുന്നിൽ കാണുന്നത്. എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു, അതൊക്കെ നഷ്ടപ്പെട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ജോലിയൊക്കെ ഉണ്ട്. ഇപ്പൊ കുറച്ച് പൈസ കണ്ടുകൊണ്ട് വന്നിട്ടുണ്ട്. അതൊക്കെ ശരിയായി പറ്റുന്നുണ്ട്. ശരീരത്തിന് തീരെ സുഖമില്ലായിരുന്നു. അപ്പൊ അതൊക്കെ ഭാഗ്യ വരുന്നുണ്ട്. സംസാരിക്കാൻ കണ്ടിട്ട് വീഡിയോ സൈസ് വന്നപ്പോ എനിക്കപ്പോ സംഭവങ്ങളൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ എല്ലാവരും പറഞ്ഞെടുക്കാൻ പെട്ടെന്ന് വിചാരിച്ചിട്ട് എന്താ ഇങ്ങനെ ഹർഷയുടെ ബർത്ത്ഡേക്ക് സാരി കൊടുത്തത്. അല്ല, ഞാനിവിടെ ഇല്ലാത്ത കാര്യം പറയൂ ആദ്യം. കുറുകില അവിടെയാന്നുള്ള കാര്യം പറയൂ ആദ്യം. എന്നിട്ട് അങ്ങനെ വിചാരിച്ചപ്പോൾ ചേട്ടൻ ഒരു വട്ടം വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടൻ എന്നോട് ചോദിച്ചു ദീക്ഷ എടുക്കണ്ടോ, ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ശരി നോക്കാം എന്നൊരു വിശ്വാസമില്ലാത്ത വിശ്വാസത്തിലാണ് ഞാൻ എടുക്കാൻ വിചാരിച്ചത്. പക്ഷെ ഹർഷോട് സംസാരിച്ചു, അത് കഴിഞ്ഞപ്പോൾ ദീക്ഷ എടുത്തു, മെഡിറ്റേഷൻ ചെയ്തായിരുന്നു. പക്ഷെ എന്റെ പല കാര്യങ്ങളും മാറി 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 വന്നതായിരുന്നു. ഞാൻ പക്ഷെ ചേട്ടൻ കൂടെ അല്ലായിരുന്നു. ഇപ്പോഴും ഞാൻ ചേട്ടൻ കൂടെ അല്ല, ഞാൻ എന്റെ വീട്ടിലാണ്, അച്ഛനമ്മയുടെ കൂടെ നിൽക്കുന്നത്. ഭയങ്കര പ്രശ്നങ്ങളായിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത് തന്നെ. തിരിച്ചു വരുന്നുണ്ട് ഈ മാസം അവസാനം. ഇവിടെ വരുന്നവരിക്കും ഇന്ന് ഈ നേരം ഉച്ചയ്ക്ക് ചോറുന്നവരിക്കും മനസ്സിൽ ഭയങ്കര ടെൻഷൻ. എല്ലാരെയും കൊടുന്ന പോലെ ഇവിടെ ഇരിക്കുന്ന ഒരു വലിയ ആളാണ് എന്നെയും കൊടുന്നത്. അല്ല, വന്നതിന് മെയിനായി 2 ഉദ്ദേശമുള്ളൂ. പഠിക്കുന്നതിന് ശ്രദ്ധ കിട്ടാൻ, പിന്നെ മൊത്തത്തിൽ ക്യാരക്ടർ നന്നാക്കാൻ. അപ്പൊ ഞാൻ പുതിയ റിക്രൂട്ടാണ്, 1 മാസം ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ എക്സ്പീരിയൻസ് കുറവാണ് പറയാൻ. അതായത് എക്സ്പീരിയൻസ് ഒന്നും ആയിട്ടില്ല. അപ്പൊ സ്കൂളൊക്കെ തുറന്നിട്ട് പഠിപ്പ് എങ്ങനെയുണ്ടെന്ന് ഞാൻ മീറ്റിംഗ് ഉണ്ടെങ്കിൽ പറയാം. താങ്ക് യു. ഞാനിനി 7ാം ക്ലാസ്സിലാണ്. എൻ്റെ വീട് തേക്കാട്ടുശ്ശേരി. ഹർഷയിൽ വന്നതിന് ശേഷം നല്ല കോൺസെൻട്രേഷൻ ഒക്കെ പഠിക്കാൻ വേണ്ടി കിട്ടുന്നുണ്ട്. പിന്നെ പുതിയ വണ്ടി എടുക്കാനൊക്കെ സാധിച്ചു. കുറച്ച് നാളായിട്ടുള്ള വന്നിട്ട് സുമി കാരണമാണ് ഈ പുള്ളിക്കാരിയും ഇതിലേക്ക് വന്നത്. 2 വർഷമായിട്ട് ഞാൻ തിരുവനന്തപുരം സ്കൂളിൽ ഇവിടെ വന്നിട്ട് എക്സാമിലൊക്കെ മാർക്കുണ്ട്. ഹർഷ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആത്മീയമായിട്ടുള്ള വളരെ ലയനം ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഏതൊരാളുടെയും ഒരു ആശ്വാസമായിട്ട് എന്തൊരു വിഷയത്തിലും, ആത്മീയമായിട്ടുള്ള വിഷയത്തിലാണെങ്കിലും ഭൗതിക കുടുംബപരമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ ആളുകൾക്ക് ഒന്ന് ശേഖരും. അപ്പോൾ അതാണ് എൻ്റെ ചോദ്യം. അങ്ങനെ മതിയോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. മതിയോ? നിങ്ങൾ പറയൂ. നിങ്ങളോടാണ് ചോദിക്കുന്നത്, നിങ്ങൾ പറയണം. അങ്ങനെ മതിയോ? പോരാ. അപ്പം നമ്മുടെ ഈ ഇത്രയും നാളും ഹർഷ വന്ന ഒരു രീതി നമുക്കറിയാം. നമ്മൾ വരുന്നു. നമസ്തേ ഗുരുജി, ನಾನು ಸುಬ್ಬಲಕ್ಷ್ಮಿ ಅಂತ ನಾನು ಬೆಂಗಳೂರಿಂದ ಬಂದಿರೋದು. എൻ്റെ പേര് ഗുരുലക്ഷ്മി, ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. ಅದೇ ನಮಗೆ ಪರಿಚಯ ಆಗಿದೆ ಸುಮಿ ಕಡೆಯಿಂದ. ನಮ್ಮ ಗುರುಜಿ ಮತ್ತೆ ಹರ್ಷ ಪರಿಚಯ ಆಗಿ 4 ವರ್ಷ ಆಗಿದೆ. ನಾವು ಕೇಳ್ಕೊಂಡಿರೋದೇನೆಂದ್ರೆ ಹರ್ಷ ಏನು ನಂಬಿಕೆ ಅನ್ನೋದು ಇಟ್ಕೊಂಡ್ರೆ ನಾವು ಏನಾದರೂ ಸಾಧಿಸ್ಬೋದು. ಆ ನಂಬಿಕೆ ಕಳ್ಕೊಂಡ್ರೆ ನಾವು ಏನು ಮಾಡೋಕ್ಕಾಗಲ್ಲ. ಅಲ್ಲಿಂದನೇ ನಮಗೆ ನೆಗೆಟಿವ್ ಅನ್ನೋದು ಬರುತ್ತೆ. ಅದು ಬಂದು ನಾವು എനിക്ക് ആധികാരികമായിട്ടൊന്നും പറയാനൊന്നും അറിയില്ല. എന്നാലും എൻ്റെ പേര് സുമ, ഞാൻ തേക്കാശ്ശേരിന്ന് വരുന്നു. അനുമോളാണ് ഫസ്റ്റ് എന്നോട് ഇവരെ കുറിച്ചാണ് സംസാരിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ല, എനിക്ക് അങ്ങനെ തോന്നിയായിരുന്നില്ല. അപ്പം നമുക്ക് വേറെ വഴിയുണ്ട്, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞ് സൈദേശിയുടെ വീട്ടിൽ മീറ്റിംഗ് വന്നു. അപ്പോൾ ഞാൻ പങ്കെടുത്തു. പിന്നെ അതിൽ എനിക്ക് ഭയങ്കര വിശ്വാസമായി. ദീക്ഷ എടുക്കണേക്ക് മുമ്പ് എനിക്ക് ഭയങ്കര വിശ്വാസം ഞാൻ മനസ്സിലിങ്ങനെ വെച്ചിരുന്നു. പിന്നെ എന്താ പറയുക, എല്ലാം കൊണ്ടും ദീക്ഷ എടുക്കാൻ പറ്റി. നമസ്കാരം, എൻ്റെ പേര് ജ്യോതി. ഒറ്റ വാക്കിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹർഷ സർവ്വവ്യാപിയാണ്. ആ പരമാത്മാവ് ഈ ഭൂമിയിൽ മനുഷ്യരൂപം സ്വീകരിച്ച് എല്ലാവർക്കും ബ്ലെസ്സിങ്സ് അതുപോലെ എന്തൊക്കെയാണ് വേണ്ടത് നമ്മൾ വിചാരിക്കുമ്പോഴേക്കും കൺമുന്നിൽ എത്തുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. പിന്നെ അതിന് പ്രത്യേകിച്ചും ഈ മീറ്റപ്പിന് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റിയതിനും കണ്ണൂരിന്നാ വരുന്നത്. ശ്രീലത എന്ന പേര്. സ്മിതയാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത്. അന്ന് ഹസ്ബൻഡിന് തീരെ വയ്യായിരുന്നു. കുറച്ച് പ്രായത്തിക്കാണ്, എന്നാലും ഇപ്പൊ അദ്ദേഹം വളരെയധികം ബെറ്ററായി. ഇപ്പൊ ഞാൻ എന്നെ തന്നെയാണ് ശ്രദ്ധിക്കുന്നത്. ഈഗോ വരാതെയും ഹർഷ പറഞ്ഞവരെ ഹർഷയുടെ മെസ്സേജുകളൊക്കെ വായിച്ച് അങ്ങനെ സമാധാനത്തിനെ കുറിച്ച് ഞാൻ ഇവിടെ വരുന്നത് എൻ്റെ കൂട്ടുകാരി അനു സ്മിതേച്ചി പറഞ്ഞിട്ടാണ്. ഞാൻ സരിതേച്ചിയുടെ വീട്ടിലും മീറ്റിങ്ങിനെ വെച്ച് ഗുരുജിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഹർഷനെ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് മുതൽ ഇവരെല്ലാം പറഞ്ഞിട്ട് എനിക്കറിയാം. അത് കഴിഞ്ഞ് ഞാൻ ചെന്ന് ദീക്ഷ എടുത്ത് അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ വിഷമങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നടക്കാവോ എന്നുള്ളൊരു ടെൻഷനിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമാണ് നടക്കാത്തതുള്ളൂ. നടക്കും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വലിയൊരു നമസ്കാരം ഗുരുജി, എല്ലാവർക്കും നമസ്കാരം.
എൻ്റെ പേര് പ്രീത, ഞാൻ തൈക്കാട്ടുശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ തൈക്കാട്ടുശ്ശേരിയിൽ ഉണ്ടെങ്കിൽ കൂടി എന്നെ ആരും അറിയണ്ടായിരുന്നില്ല. ഞാൻ തൈക്കാട്ടുശ്ശേരിക്കാരത്തിയാണെങ്കിലും ആർക്കും എന്നെ അറിയില്ല, കാരണം ഞാൻ അവിടെ എല്ലാം വളർന്നിട്ടുള്ളത് ചേട്ടന്മാട്ടിലായിരുന്നു. അപ്പോൾ അങ്ങനെ കൊല്ലം തിരുവാതിരയിൽ ഞാൻ ചേർന്നു. സ്മിതയാണ് എന്നെ ക്ഷണിച്ചത്. അങ്ങനെ തിരുവാതിരയിൽ ചേർന്നപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരായിട്ട് എനിക്ക് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ കിട്ടി. അങ്ങനെ സരിതയുടെ വീട്ടിൽ ഒരു ദിവസം മീറ്റിംഗ് വെക്കുകയാണ്. എൻ്റെ പേര് സുരേഷാണ്. എൻ്റെ വൈഫ് അശ്വതി, വൈഫിൻ്റെ അമ്മ ഉണ്ട് ഷീല, ആര്യൻ മകനാണ്, പിന്നെ മഹാലക്ഷ്മി മകനാണ്. അപ്പം ഞാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വളരെ നിരീശ്വരവാദിയായിട്ടുള്ള ഒരാളായിരുന്നു. രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അതിനുശേഷം പല പ്രതിസന്ധികളും കടന്നു വന്നതിന് ശേഷം ഞാൻ ആത്മീയമായി തൈക്കാട്ടുശ്ശേരിയിൽ നിന്ന് വരുന്നു. എനിക്ക് അങ്ങനെ സംസാരിച്ചിരുന്നില്ല. ദീക്ഷ എടുക്കണതിന് മുന്നേ എനിക്ക് ഭയങ്കര നെഗറ്റീവും പേടിയും എല്ലാം കൊണ്ടും ഒരു അസ്വസ്ഥതയും ഇതൊക്കെ ആയിരുന്നു. പക്ഷെ ശ്രീനേച്ചി എൻ്റെ അടുത്ത് വരാറുണ്ട്, കാര്യങ്ങൾ പറയുന്നു, ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് അങ്ങോട്ട് പോകാമെന്ന്. അങ്ങനെ സുമേച്ചിയും അനും കൂടി എന്നെ കർഷകരുടെ കൊണ്ടുവന്നു. അവിടെ വന്ന് ദീക്ഷ എടുത്തതിന് ശേഷം എനിക്ക് നല്ല ನಮಸ್ತೆ ಗುರುಜಿ. ಎಲ್ಲ ಮದರ್ಸ್ ಡೇ ದಿನಗಳು ಶುಭಾಶಯ. ಮತ್ತೆ ಎಲ್ಲ ತಾಯಂದಿರಿಗೂ ತಾಯಂದಿರ ಶುಭಾಶಯ ಅಂತ ಹೇಳ್ತೀನಿ. ಹರ್ಷ ಅವ್ರ ಬಗ್ಗೆ ಹೇಳ್ಬೇಕು ಅಂದ್ರೆ ನನಗೆ ನನ್ನ ತಂಗಿ ಸುನಂದ 2 ವರ್ಷದಿಂದ ಪರಿಚಯ ಆಗಿದ್ದು. ಅವ್ರು ಸಿಕ್ಕೋಕೆ ಮೊದಲು ನಾನು ಹಿಂಗಿದ್ದೆ ಅಂದರೆ ಈ ರೀತಿ ಇರ್ತಿರ್ಲಿಲ್ಲ. ಇಷ್ಟು ಇಲ್ಲಿಗಂತ ಬಂದು ಮಾತಾಡೋ ಅಷ್ಟು ಇದಿರ್ತಿರ್ಲಿಲ್ಲ ನನಗೆ. ಅಷ್ಟು ಇದು ಕೊಟ್ಟಿದ್ದಾರೆ ಹರ್ಷ ಅವ್ರು ನನಗೆ. ಮತ್ತು ಅವರು ಸರ್ವಂತರ ಯಾಮಿ, ಭೂಮಿ ಮೇಲಿರೋ ಪ್ರತಿ ಕಣಕಣದಲ್ಲೂ ಹರ್ಷ ಅವರಿದ್ದಾರೆ, ಅದನ್ನು ನಾವು ಹೇಳ್ತೀವಿ. ಅಂದರೆ ಅವರು ಸಮುದ್ರ ಇದ್ದಾಗೆ. നമസ്തേ ഗുരുജി, എൻ്റെ പേര് പാർവതിദയ. ഞാനിപ്പോൾ +2ലേക്കാണ്. ഇവിടെ ഇങ്ങനെ അറിയുന്നത് തന്നെ എൻ്റെ ചേച്ചി അമ്മയും കൂടെ ഒരു എക്സാമിന് പോയ സമയത്ത് ജ്യോതിമാം വഴിയാണ് ഇങ്ങനെ ഹർഷയുടെ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ആദ്യം എൻ്റെ ചേച്ചിയാണ് ഗൂഗിൾ മീറ്റിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്കൊന്നും അതിനെക്കുറിച്ചൊന്നും അറിയണ്ടായിരുന്നില്ല. പിന്നെ ചേച്ചിക്ക് അമ്മയ്ക്ക് അച്ഛനൊക്കെ നല്ല വിശ്വാസമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഫാമിലി ആയിട്ട് ഹർഷയുടെ വീട്ടിലേക്ക് വരാണ്. അന്ന് ചേച്ചിയും ഞാനും ദീക്ഷ എടുത്തു. അച്ഛനും ഇതുവരെ എടുത്തിട്ടില്ല, വൈകാണ്ട് എടുക്കും. മാത്രമല്ല എനിക്കൊരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഡിസംബറിൽ എൻ്റെ സ്കൂളിലെ NSSൻ്റെ ലീഡറാണ്. അപ്പോൾ ഞാൻ അതിന് മുന്നേ ദീക്ഷയ്ക്ക് എടുത്ത ഇപ്പോൾ എൻ്റെ +1 എഴുതിയിരിക്കണു. ഞാൻ കോൺഫിഡൻസ് ആണ്, റിസൾട്ട് വരാൻ വേണ്ടി നിൽക്കുകയാണ്. ഒരുപാട് നന്ദി ജ്യോതി മാമിന്, വളരെയധികം നന്ദി. ഞങ്ങൾക്ക് ഇങ്ങനെ ഹർഷയിലേക്ക് എത്താനായിട്ട് കാരണമായത് ജ്യോതി മാം വഴിയാണ്. ഒരുപാട് നന്ദി. താങ്ക് യു ഹർഷ, താങ്ക് യു.